ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് അതാണൊരു വലിയ ഘടകം. നമ്മളെ സംബന്ധിച്ച് അതാണല്ലോ പ്രധാനം. അപ്പോൾ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സൗദിയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. തുർക്കിയായിട്ട് അത്ര നല്ല കണ്ടീഷനിലല്ല. പക്ഷേ പാകിസ്ഥാൻ ഈ ഒരു ടീമിൻ്റെ ഭാഗമാകുന്നു. പാകിസ്ഥാന് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണ ലഭിക്കുന്നു. ട്രംപ് ഇന്ത്യയുമായിട്ട് ഒരു തെറ്റലാണ്, അങ്ങനെ ഒരു ഇതിലില്ല. ആകെ ഒരു ഇസ്രായേലിൻ്റെ ഇത് മാത്രമേ ഇന്ത്യയോടൊരു കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വലിയ ലോകക്രമത്തിൽ വന്ന വലിയ മാറ്റം. ബംഗ്ലാദേശ് ഒരു കാലത്ത് ഇന്ത്യക്കൊപ്പം നിന്നതായിരുന്നു. ഇപ്പം ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരാണ്. അഫ്ഗാൻ ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല, ഇപ്പോൾ അഫ്ഗാൻ ഇന്ത്യക്ക് അനുകൂലമാണ്. അപ്പോൾ കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതുമാത്രമല്ല, ഇന്ത്യ അസർബൈജാൻ അർമീനിയ വിഷയത്തിൽ അർമീനിയയ്ക്കൊപ്പം ഇന്ത്യ നിൽക്കുന്നുണ്ട്. വിയറ്റ്നാമിന് ഇത് കൊടുക്കുന്നുണ്ട്. സൈപ്രസിൽ ഇടപെടുന്നു. ഇങ്ങനെ ഒരു ഇന്ത്യയും ഇങ്ങനെ വളഞ്ഞു പിടിക്കുന്ന പോലെ ഒരു ഇതുകൊണ്ട് ഇന്ത്യക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി, ഒരു സാറിൻ്റെ അഭിപ്രായം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അമേരിക്കയുടെ നയത്തിൽ വരുന്ന വ്യത്യാസമാണ്. കാരണം കഴിഞ്ഞ 2 ദശാബ്ദങ്ങൾ, അതായത് ഈ നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ട് വരികയായിരുന്നു. ഈ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ഊഷ്മളമായതോടെയാണ് ഇന്ത്യ ചൈന ബന്ധത്തിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു തുടങ്ങി, വിള്ളൽ വീണു തുടങ്ങി. അതോടെയാണ് 2008 മുതലാണ് നമ്മൾ ആ സിവിൽ ന്യൂക്ലിയർ ഡീൽ ഒപ്പുവെച്ച വർഷം തൊട്ടാണ് അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതിനൊരു കൊടുത്തൊരു വിലയാണിത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് അമേരിക്ക ബന്ധത്തിലൊരു മാറ്റം വരുത്തുന്നു. ചൈനയായിട്ട് പഴയ ഊഷ്മളത പെട്ടെന്ന് കൈവരിക്കാൻ സാധിക്കില്ല അതോടെ ഇരിക്കുമ്പോൾ. അപ്പോൾ അത് നമുക്കൊരു തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ, നേപ്പാളിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും വന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു ക്ഷീണമാണെന്ന് തന്നെ പറയാം. കാരണം അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു വലിയ ഇതുവരെ അവർക്ക് വേണ്ട പിന്തുണയും സഹായവും എല്ലാം ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അവിടെ പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ വന്നപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കാലക്രമേണ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് കാണേണ്ടത്. കാരണം ബംഗ്ലാദേശിനും നേപ്പാളിനും ഇന്ത്യ ആവശ്യമാണ്, ഇന്ത്യക്ക് അവരെ ആവശ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എത്ര വന്നു കഴിഞ്ഞാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് സഹായമോ കൊടുക്കുമെങ്കിലും ഇന്ത്യ കൊടുക്കുന്ന പോലെ ഒരു സഹായമോ അടുപ്പോ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഴയൊരു നല്ല രീതിയിലേക്ക് വരാൻ സാധിക്കുന്നു തന്നെയാണ് കരുതുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇതിൽ അഫ്ഗാനുമായിട്ട് നമുക്ക് നല്ല ബന്ധം കൊണ്ടുവരാൻ സാധിക്കും, തൽക്കാലത്തേക്ക് സാധിച്ചേക്കും. പക്ഷേ താലിബാൻ ഭരണകൂടം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഒരു റിഗ്രസീവ് എന്ന് വിളിക്കാവുന്നൊരു ഭരണകൂടമാണ്. സ്ത്രീകൾക്ക് അവകാശങ്ങളൊന്നുമില്ല. അതുമാതിരി അവർ ഇതുവരെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കാശ്മീർ പ്രശ്നത്തൊക്കെ പലപ്പോഴും താലിബാൻ എടുത്തിട്ടുള്ള നടപടികൾ നോക്കുകയാണെങ്കിൽ നമുക്കവരൊരു സ്ഥായിയായൊരു സുഹൃത്തായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോഴുള്ള ഒരു ചെറിയ ഊഷ്മളത, അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെയുള്ള രീതിയിലുള്ളൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അതൊരു നല്ല ഊഷ്മളമായിട്ടുള്ള ബന്ധമായിട്ട് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ബംഗ്ലാദേശും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിലുള്ള ആ ഒരു വ്യത്യാസം മാറി നന്നാവുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കൂടുതൽ ഊഷ്മളതയ്ക്ക് സ്ഥാനം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നയം എപ്പോഴും വളരെ കൃത്യമായിട്ട് നടത്താനേ ഒക്കെ സാധിക്കുകയുള്ളൂ. തുർക്കി കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനോട് കൂടുതൽ അടുപ്പം കാണിച്ചു. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ചെറിയൊരു ഞെട്ടലുള്ളതായി. കാരണം തുർക്കി പെട്ടെന്നൊരു പാകിസ്ഥാനെ പിന്തുണയ്ക്കേണ്ട ആവശ്യം എന്താണെന്ന് അത് ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ എർദോഗാനും ഭരണാധികാരും തമ്മിലുള്ള ഒരു അടുപ്പം കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തുർക്കിയ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കൂടെ അല്ല. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് നല്ല ബന്ധം പുലർത്തുന്നതാണ്. അപ്പോൾ ഈ സൈനിക കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു സഖ്യത്തിനെ വകവയ്ക്കാതെ തന്നെ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കഴിയുന്നത്ര രാജ്യങ്ങളായിട്ട് നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വളർച്ച. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ജോലി വേണം, ഇവിടെ ആവശ്യത്തിനുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കണം. ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാഷ്ട്രമാകാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയധികം ജനങ്ങൾക്ക് ജോലിയും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിന് ഏറ്റവും ആവശ്യം. അപ്പോൾ അതിന് നമ്മൾ എല്ലാ രാജ്യങ്ങളായിട്ട് നല്ല ബന്ധം വെച്ചാൽ മാത്രമേ നമുക്ക് അതിൽ വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല വാണിജ്യ ബന്ധം ഉണ്ടായാൽ മാത്രമേ സമ്പദ്ഘടന വളരുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ല ബന്ധം നിർത്താനായിരിക്കും സർക്കാർ നോക്കുക. ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് പറയാൻ രസമാണ്. ആ ഇത് പരിഹരിക്കാൻ നമ്മൾ മുൻകൈ എടുത്തെന്ന് പറയാനൊക്കെ രസമാണ്. പക്ഷേ അതിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം വിജയം കാണാൻ സാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. പാകിസ്ഥാൻ മുൻകൈ എടുത്താണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധം. അത് തീർന്നോ? അത് തീരുന്നില്ല. കാരണം അതിൻ്റെ കാതലായ പ്രശ്നങ്ങളിലൊരു പരിഹാരം കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും.
അതുമാതിരി തന്നെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധവും. റഷ്യയായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ആ നല്ല ബന്ധം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകണം. ഞാനെപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമാണ്, കഴിയുന്നത്ര രാജ്യങ്ങളായിട്ട് നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ചിലപ്പോൾ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടാവും. പക്ഷേ അന്താരാഷ്ട്ര രാഷ്ട്രീയം വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ വരുമ്പോൾ, നയതന്ത്ര രംഗത്ത് വരുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. ചൈന അതല്ലേ ചെയ്യുന്നത്, അമേരിക്ക അതല്ലേ ചെയ്യുന്നത്, യൂറോപ്പിൽ ഓരോ രാജ്യവും അതല്ലേ ചെയ്യുന്നത്, റഷ്യ അതല്ലേ ചെയ്യുന്നത്. നമ്മൾ മാത്രം ആദർശം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വയറ് അറിയില്ല. അപ്പോൾ ആ ഒരു കാര്യമെല്ലാം നോക്കുകയാണെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഏതാണോ നല്ലത് ആ രീതിയിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്.